നാളെ ഇവിടെ ഈ മാസം കണ്ടു. നമുക്ക് നാളെ പെരുന്നാളാണ്. അതിന് മുന്നേ വെൽക്കം പട്ടു കടലും നിലാവും അതൊക്കെ മറന്നുപോയി. ഇവിടെ എല്ലാവരും തിരക്കിലാണ്. ഇവിടെ എല്ലാവരുടെയും തിരക്ക് കണ്ടിട്ട് ഞാൻ തിരക്കിലാണ്. ഇവിടെ നമുക്ക് അജനെ കാണിച്ചോ? നമ്മുടെ അജി ഇവിടെ ഇത്രയും ദിവസം ഉണ്ടായിട്ട് ഞങ്ങൾ ഇപ്പൊ തിരക്കിട്ട് അടിക്കുവാണ്. ആ പ്രദേശത്ത് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ധാന്യം ആണ് നമ്മൾ കൊടുക്കുന്നത്. ഏറ്റവും പ്രാധാന്യമുള്ള. അതുകൊണ്ട് ഇവിടെ നമ്മൾ അരി കൊടുക്കുന്നു. അങ്ങോട്ടേക്ക് പോകുമ്പോൾ നോർത്തിലോട്ടൊക്കെ പോകുമ്പോൾ അരി ഗോതമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൊടുക്കുന്നത്. ഇപ്പൊ എനിക്ക് അജ പറഞ്ഞാ എനിക്ക് ഇത്രയും കാലമായിട്ടത് അറിയില്ലായിരുന്നു. എനിക്കറിയില്ല വേണ്ട, അങ്ങനെയാണ് അറിയില്ല. ഇതാ ഇപ്പൊ ഒരു മുദ്ദ ഈന വേറൊരു വെള്ള ഒരു ചെറിയ ഇത്ര ഉള്ള ബാട്ടുണ്ട്. അതിനാ 3 അളവാണ് ഒരാള്. പിന്നെ നോർമൽ നോമ്പ് കുട്ടികൾക്കനുസരിച്ച് നമ്മൾ ഒഴിവാക്കിയ നോമ്പിന്റെ ഒരു നോക്കില്ല കയ്യാതെ ആരോഗ്യപരമായിട്ട്. പക്ഷെ ഒരു കൊല്ലം കുടിയാതെ ആയി കഴിഞ്ഞാൽ മോൾ മുദ്ദ് കൊടുക്കണ്ടല്ലേ കടോ? അപ്പൊ ഈ വയസ്സായ ആൾക്കാർക്ക് വേണ്ടി അരി കൊടുത്താൽ പിന്നെ അവർ നോമ്പെടുക്കണ്ട. കഴിവില്ലാത്ത മീൻസ് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അവർ നോമ്പെടുത്തില്ലെങ്കിൽ അതിന് പകരം ഒരു മുദ്ദ അരി കൊടുക്കും ഓരോ നോമ്പിനും. നമ്മളെ ഉമ്മാച്ചുവിന് 2 പുതിയ കുട്ടികളുണ്ടായി. അവരിങ്ങനെ പ്രൊട്ടക്ട്. ഞാൻ ആദ്യമായിട്ട് ഞാനിപ്പം നമ്മൾ മനുഷ്യന്മാരെ കുട്ടികളെ നോക്കുന്നത് ഞാൻ കണ്ടിന്. പക്ഷെ വേറൊരു ആനിമൽ എങ്ങനെ നോക്കുന്നത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ. പ്രായപൂർത്തിയാവാത്തതും സ്വയം വരുമാനം ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പാരന്റ്സ് രക്ഷിതാക്കൾ സ്വയം വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ അധ്വാനത്തിൽ നിന്ന് കൊടുക്കണം എന്നാണ്. ഇവിടെ ആർക്കും പ്രായപൂർത്തിയായിട്ടില്ലല്ലോ അല്ലേ? അതുകൊണ്ട് ഞങ്ങളൊക്കെ പഠിക്കുമ്പോ ഇവിടുന്ന് വിളിച്ചു പറയും കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ശരി റോസും പിന്നെ പാത്തൊരുക്കൂല അപ്പുറത്തുള്ള ആൾക്കാരെല്ലാം കൊണ്ട് കണ്ടിട്ട് ഇനി ആരെല്ലാം ബാക്കി താമേ കൊടുത്തല്ലേ നിന്ന അവരുണ്ടാക്കും താമേക്കും ചായക്കും പിന്നെ കറക്റ്റ് ഉദ്ദേശം എന്നുള്ളത് പെരുന്നാൾ ദിവസം ആരും പട്ടിണി കിടക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ബാർട്ടർ സമ്പ്രദായം പോലെ. ഇതങ്ങനല്ല, ഇത് ആർക്കും കൊടുക്കാം. സക്കാത്ത് പോലെ സക്കാത്തിന് കൃത്യമായ അവകാശങ്ങൾ ഉണ്ടെന്ന് പറയും. ഇത് ഇത്ര സക്കാത്ത് എന്റെ വീട്ടിലൊക്കെ രാത്രി കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. തയ്യൽക്കാരി മനുഷ്യന്മാരുണ്ട്, എല്ലാവരുടെയും പർസ് അടിക്കും വേണം. ഇപ്പൊ തുണി അടിച്ചു ഒരു കാട് ഇളകി വരുന്നുണ്ട്. ചേച്ചി വീഡിയോ എടുക്കണ കണ്ടു വേണ്ടി ഇതെന്താ സംഭവം എന്ന് അറിയാം. അപ്പൊ എന്താ
ഇത് മൊത്തം ഇനി ഓരോ ഇതളുകളായിട്ട് പറിച്ചെടുക്കും. എന്നിട്ട് അത് സാധാരണ അമ്മിയിലിട്ട് അരയ്ക്കും. നമ്മൾ നിങ്ങളെ പോലെ സിമ്പിൾ സാധനങ്ങളൊന്നുമല്ല, ഫുൾ ഓൾഡ് ജനറേഷൻ, ഫുള്ള് കൈ കൊണ്ട് ഓർഗാനിക് ആയിട്ട്. കടലിൽ വരുന്നു guys. നമ്മുടെ വീട്ടിൽ തന്നെ മൈലാഞ്ചിയാണ്. ആണോ? എന്നെ കുടുംബം കൂടെ തന്നെ ആയിരിക്കും. നീട് നമ്മുടെ മഹാൻ മൈലാഞ്ചി പൊട്ടിക്കാണ്. ഇവിടെ വളരെ തിരക്കിട്ട പരിപാടിയിലാണ് 3 പേർ. ഇത് മൊത്തം നുള്ളി തീർക്കണം അത്ര. ഇത് നമുക്ക് മാത്രമാണോ അല്ലെങ്കിൽ അവർക്ക് കൂടെ ആണോ? ആ ഓക്കെ. വളരെ എളുപ്പമല്ല കേട്ടു. നമ്മൾ കാണുമ്പോൾ എളുപ്പമാണെന്ന് തോന്നുന്നു, പക്ഷേ അല്ല. ആകെ 4 പറിച്ചോളൂ ഇത്ര നേരമായിട്ട്. നോക്ക്, 3 പേരൊന്നുമില്ല, ഞങ്ങൾ 2 പേര്. ഞാനാണ് കൂടുതലും. പണ്ട് കുഞ്ഞാപ്പൊക്കെ അരച്ച മൈലാഞ്ചിയൊക്കെ കൈമേല് പല്ലിമിച്ച് ആ സമയത്തൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് മൈലാഞ്ചി ഇട്ടിരുന്ന കുറെ താത്തമാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിതുവരെ പണിയെടുത്തിട്ട് ഞാൻ മൈലാഞ്ചി ഇട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മൈലാഞ്ചി കുഞ്ഞുങ്ങളുന്നത്. ഇത് പക്ഷെ ഒരു മെമ്മറീസ് ആണല്ലേ. നമ്മൾ കുറേ പണ്ടൊക്കെ അതേപോലെ ഉമ്മച്ചി ഒക്കെ നമ്മൾ വിളമ്മിയില്ലേ, വിളമ്മി കൊണ്ട് ഒരു ചക്കയുടെ വിളമ്മി കൊണ്ടൊക്കെ മൈലാഞ്ചി ഇടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കുഞ്ഞായ സമയത്ത് ഇട്ട് വന്നിട്ടുണ്ട്. ഇത് കൂടുതലും കൈൻ്റെ നഖത്തിലാണ് നമ്മൾ അരച്ച മൈലാഞ്ചി ഇടാറുണ്ടായിരുന്നത്. അതിന്റെ സ്മെല്ല് നേരെ തിരിച്ച കൈൻ്റെ അടിയിലാണോ നിങ്ങൾ ഇടുക? ഞങ്ങൾ കയ്യിലാണ് ഇത് ഇടുക. മറ്റേ നഖത്തിലിടുന്നത് മറ്റേ ട്യൂബൊക്കെ. ഇതാണ് കൂടുതൽ. ഇത് ഇടുമ്പോ ഭയങ്കര ഒരു തണുപ്പും ഒരു സുഖം. പണ്ട് ഇത് പിള്ളേരില് മൈലാഞ്ചി ഇടുന്ന കണ്ടിട്ടുണ്ടോ? അതായത് കയ്യിലിട്ടിട്ട് ഈ കൈ മൊത്തം ഇങ്ങനെ കവർ വെച്ച് പൊതിഞ്ഞ് കിടക്കും. എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്. ഹാപ്പി ഈദ് മുബാറക്. ഈദ് ആശംസകൾ. അത് കിട്ടിയാണ്. ബാക്കിയുള്ള കട്ട് ചെയ്തപ്പോഴാണ് വീഡിയോ ഓണായി. അയ്യോ ഗൈസ്, ഇവിടെ നമ്മള് നോമ്പ് മാസം കണ്ടത് എപ്പോഴും തെറാവിന്റെ ഇടയിലാണ് മാസം കണ്ടത്. അവിടെ കേരളത്തിൽ നേരത്തെ കണ്ടു, പക്ഷെ ഇവിടെ ഇച്ചിരി ലേറ്റ് അല്ലേ. ഞാൻ അപ്പോൾ കൊടുത്തത് അവളുടെ മൈലാഞ്ചി ചെയ്യുന്നു. 2 ദിവസം മുന്നേ മൈലാഞ്ചി ഇട്ട്. നമുക്ക് സ്കൈനെ മൈലാഞ്ചി ഇട്ടാലോ? പോയി മോലാഞ്ചി ഇടാമനാ. ഓ ഏകദേശം ഇത്രയും നുള്ളി എടുത്തിട്ടുണ്ട് ഗൈസ്. ഉമ്മച്ചി വന്നു. ഇതൊക്കെ ഇത്രയും ആവശ്യമില്ലാത്ത മതി എന്നാണ് പറയുന്നത്. മൈലാഞ്ചി ഇടാൻ കാത്തിരിക്കുന്ന മെഹരി, ഒരു ഹായ്. കയ്യില് മൈലാഞ്ചി ഉണ്ട്.
വളയല്ലൂരി മൈലാഞ്ചിടാൻ കാത്തിരിക്കുക. മെഹറിന് ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് മൈലാഞ്ചി ഇട്ട് തുടങ്ങി. ആൾക്കൊട്ട് ക്ഷമയിലായിരുന്നില്ല അല്ലേ? പിന്നെ ഉമ്മച്ചി സബൂർ എന്ന് പറഞ്ഞപ്പോ ഒന്ന് അടങ്ങി ഇപ്പൊ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. കയ്യിൽ നിറയെ ഇടണം. അത്രയും പൊതുവെ മൈലാഞ്ചി ഭയങ്കര ഇഷ്ടമാണ്. തുടങ്ങി ഇപ്പൊ തുടങ്ങി തുടങ്ങി. അവിടെ ഒന്നൊക്കെ മടക്കി കാണിച്ച് മറ്റേ കൈ ചുമന്ന കൈ കാണിച്ചെടുത്ത് ഒരു കൈ ഇട്ട് കഴിഞ്ഞു. ഇത് വറക്കുന്നില്ലേ? ഇത് വറക്കുന്നില്ലേ? പെരുന്നാള് ഇത് വറക്കുന്നില്ല. എവിടെയാ എവിടെയോ? ഉമ്മച്ചിക്ക് നാണം വന്നിട്ടാ. അപ്പൊ ഉമ്മച്ചിന്റെ 10ന്റെ ഇത് കേപ്പല്ലേ? എന്നോട് എന്താ പറഞ്ഞത്? ഇത് വറക്ക് പാട്ടി വെക്ക്, കെട്ടിപ്പാടി വെക്ക്, ഏതെങ്കിലും പാട്. അകാലത്തും മേലും അവരെ കോടി നീളം ചേഹന്മാരെല്ലാവർക്കും ഇത്രയും നേരം എല്ലാരും ബന്ധിച്ചുകൊണ്ടിരുന്ന ആളിവിടെ എത്തിയിട്ടുണ്ട്. എത്ര ആൾക്കാർ കേട്ടിട്ടുണ്ടോ? നാളെ വരുമോ? നാളെ പെരുന്നാക്ക് വരുമോ? പോട്ടെ. ഓക്കെ, കഥം പോകയാ എല്ലാം കഴിഞ്ഞിട്ടല്ലോ ചേച്ചി, കഴിഞ്ഞിട്ടല്ലോ. കിട്ടിയിട്ടുണ്ട്.
മറ്റേ കയ്യിലിട്ടിട്ടുണ്ട്. മറ്റാളുടെ കൈ നോക്കിക്കോ നിങ്ങള്. മറ്റേ ഭാഗം കാണിച്ച് ഞങ്ങള് കല്യാണാണ് ഗൈസ് നാളെ അല്ലേ? ഓ നാളെ എടുക്കാം. അങ്ങനെ നമ്മൾ ഫൈനലി മൈലാഞ്ചി ഇടാൻ പോവാണ്. 3 മണിയിലായിട്ട് ഇവിടെ നിറച്ചും ആളുകളായിരുന്നു. ഫ്രീ ആയിട്ട് ഇപ്പോഴാണ് ഫ്രീ ആണ്. ഇനി പുറമൊന്നും എനിക്കറിയില്ല, ഇപ്പൊ ചോക്കുന്നൊന്നും അറിയില്ല. ഇട്ട് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. കട്ട് ചെയ്തു മൈലാഞ്ചി ഈ കയ്യിലിടാൻ പോവാണേ. മറ്റേ കയ്യിൽ നിങ്ങളോട് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഇത് ചുമന്നു. ആക്ച്വലി എൻ്റെ കയ്യിൽ ചുമക്കാൻ ഇച്ചിരി പാടാണ്. ഇത് നാളത്തേക്ക് ചുമക്കാതിരിക്കും ഇല്ലേ? ഞാൻ എണ്ണയൊക്കെ പുറത്തിട്ടുണ്ട്. ചുമന്നാൽ നല്ല ഭംഗിയുണ്ടാവും. തിരുവിൻ്റെ വേറെ ഇത് കാണാനില്ല. കണ്ടോ? യെസ്. ഇനി നമുക്ക് ഈ മൈലാഞ്ചി വട്ടം വരയ്ക്കാം. ഞങ്ങൾക്ക് ശേഷമാണ്, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ആക്ച്വലി ഞാൻ ഈ മൈലാഞ്ചി ഇടുന്നത് എന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ആക്ച്വലി ഞാൻ ഈ മൈലാഞ്ചി ഇടുന്നത്. പക്ഷെ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ ഇട്ടായിരുന്നു. എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷെ എനിക്ക് അടിച്ചു തന്നാണ് തവണ. എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ ഒരു ഓർമ്മയില്ല. ആ സമയത്തില്ല, അല്ലാതെ ഏതൊരു ദിവസം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭയങ്കര സുഖമാണ്. ഇത് കയ്യിൽ വരുമ്പോൾ തണുപ്പാണ്. ഈ തണുപ്പ് കൊണ്ട് നമ്മളെ സിന്തറ്റിക് മൈലാഞ്ചി, സിന്തറ്റിക് വിനാഗിരി എന്നൊക്കെ പറഞ്ഞു ഒരു റീലും കൂടെ. അങ്ങനെ നമ്മളുടെ പെരുന്നാൾ രാത്രിയിലെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം. മൈലാഞ്ചി കിട്ടും. ഈ മൈലാഞ്ചി കാണിക്കാൻ ചുമന്നാളിനാളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും കാണാൻ. അതുവരേക്കും ഒരു മിനിറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പെരുന്നാൾ മെമ്മറീസ് ഒക്കെ കമൻറ്റ് ചെയ്യുക. നമുക്ക് വേഗം വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ഫ്രം കടലും നിലവും.